ഇതാണ് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ അനുവദിക്കപ്പെട്ടത്. പക്ഷെ ഇത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളിക്കാരി വീട്ടുവേലയ്ക്കൊക്കെ പോയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് തീർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല പണി. അപ്പോൾ ഇപ്പോഴാണ് ശരീരത്തിന് നല്ല സുഖമില്ല. ഒരു വല്ലാത്തൊരു വിഷമസന്ധിയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരീരത്തിന് സുഖമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ താമസിക്കുന്ന വീടിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാം. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്നാണ്. ഞാനിപ്പം ഒരു വീട്ടിൽ വന്നു. ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. എൻ്റെ പേര് ഹേന എന്നാണ്. ഞാൻ ചെങ്ങന്നൂർ താലൂക്കിൽ വെൺമണി ഗ്രാമത്തിലെ ഒരു വെൺമണി പഞ്ചായത്തിൽ ഒരു ചെറിയ ഗ്രാമമാണ് ഞങ്ങളുടെ. അവിടെയാണ് എൻ്റെ വീട്. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 7 വർഷമായും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കുടുംബത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാൻ അടുക്കളയ്ക്ക് പോയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അടുക്കളപ്പണി ചെയ്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഏത് നിമിഷവും അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സിറ്റുവേഷനിലാണ്. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത്. അനിയന് ഞങ്ങളുടെ ആ വീടിന് 2 മുറിയും ഒരടുക്കളയുമേ ഉള്ളൂ. ഒരു മുറിയിൽ അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഒരു മുറിയിൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും. പക്ഷേ എൻ്റെ ഇളയത് മകളായതുകൊണ്ട് അവൾക്ക് 20 വയസ്സ് ആയതുകൊണ്ട് മകന് അവിടെ ആ മുറിയിൽ താമസിക്കാൻ പറ്റുന്നുണ്ട്. അയലത്തെ വീട്ടിലാണ് പോയി അവൻ ഉറങ്ങുന്നതെല്ലാം. പിന്നെ ഞങ്ങൾ ഒരടുക്കളയിലാണ് ഞങ്ങൾ 2 പേരും പാചകം ചെയ്യുന്നതെങ്കിലും ആ അടുക്കളയും ആകെ ചോർന്ന് മഴയായാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും പാചകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. അവർ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ ഞങ്ങൾ ഇന്നേ വരെ അവർ പക്ഷേ എന്നോട് ഇറങ്ങിപ്പോകാനോ എൻ്റെ കുഞ്ഞുങ്ങളോട് ഇറങ്ങിപ്പോകാനോ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു എൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം എനിക്കൊരു വീട് അനുവദിച്ചു. അവർ വസ്തു വാങ്ങിക്കുന്നതിനും വീട് വയ്ക്കുന്നതിനുമായി പണം തന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഭവനം ഇന്ന് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നും എനിക്ക് ഈ ഭവനം ഒന്ന് പൂർത്തീകരിച്ച് ഇവിടേക്കൊന്ന് താമസം മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ പ്രിയ കർത്തദാസൻ സജി പള്ളിക്കുന്ന് സാർ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ പിടിച്ചിടുവാനായി ദൈവം സഹായിച്ചു. അതിനുവേണ്ടി ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടി മറ്റ് എല്ലാവരും പ്രാർത്ഥിക്കുകയും എൻ്റെ ഈ ഭവനത്തിൻ്റെ പണിയൊന്ന് പൂർത്തീകരിച്ച് തരുവാനായി എല്ലാ ദൈവമക്കളോടും എല്ലാ സഹോദരങ്ങളോടും ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. ഏത് ബാങ്കിൽ അക്കൗണ്ടുള്ള? SBI വെൺമണി. പേരെങ്ങനെ കിടക്കുന്നത്? ഹേന സണ്ണി. ബ്രാഞ്ച് ഏതാ? വെൺമണി. ഓക്കെ. പ്രിയമുള്ളവരെ, അവരെ ഒന്ന് സഹായിക്കണം കേട്ടോ. കാരണം എങ്ങനെങ്കിലും ഇതൊന്ന് പൂർത്തീകരിച്ച് ഇതിനകത്തൊന്ന് കയറിയാൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. ഇനിയൊരു 3-4 രൂപ ഉണ്ടെങ്കിൽ നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. നല്ല നിലയിലൊന്ന് പൂർത്തീകരിക്കാനായിട്ട് പറ്റും. നമ്മൾ പ്രത്യേകം ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. ഈ ആരുമില്ലാത്ത ആളുകളൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ സഹായം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. ഇനി ആ മോള് 21 വയസ്സ്. 20 വയസ്സ്. ഇനി ആ മോക്ക് എന്ന് പറയുമ്പോൾ അവൾക്കും അവിടെ ഒരു സ്വകാര്യതയില്ല. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ. ഇതെന്ന് പറയുമ്പം ഒരു 2 റൂമും ഒരു ബാത്റൂമാണ് ഉള്ളത്. ഇനി വയറിങ് കഴിയാനുണ്ട്, പ്ലംബിങ് കഴിയാനുണ്ട്. ഇനി ഒത്തിരി ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ താഴെ കിച്ചൺ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇനി തേക്കാനുണ്ട്. എല്ലാവരും ഒന്ന് സഹായിക്കണേ. കാരണം ഒരു വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ സ്വപ്നം മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ ആവശ്യം കൂടെയാണ്. എന്തെങ്കിലും ഒരു വഴികൾ തുറന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം. ഇതിപ്പോൾ എത്ര നാളായി ഞാൻ കിടക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷമായിട്ടൊന്നും നടന്നിട്ടില്ല. ഓക്കെ, 5 വർഷമായിട്ട് ഈ വീടിൻ്റെ പണി
ഒന്നും നടന്നിട്ടില്ല. അതൊരു വലിയൊരു വിഷമമാണ്. 5 വർഷമായിട്ട് ഞാൻ കിടക്കുകയാണ്. ഇതിനപ്പുറത്തെ വീട് അനുവദിച്ചവരെല്ലാം ആളുകൾ താമസം ആരംഭിച്ചു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞിട്ടില്ല. സഹായിക്കാൻ ആരും വേറെ ആരുമില്ല. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ എനിക്ക് സഹായിപ്പാൻ അങ്ങനെ ആരും എനിക്ക് ഇന്നുമില്ല. പിന്നെ എൻ്റെ പിതാവ് മരിച്ചുപോയി. പിന്നെ ഒരു അമ്മയുണ്ട്, സുഖമില്ല. പിന്നെ എൻ്റെ സഹോദരിയുണ്ട്, കൊറോണ കാലഘട്ടത്തിൽ മരിച്ചുപോയി. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, അങ്ങനെ എനിക്ക് അങ്ങനെ ആരും എനിക്ക് പിന്നെ സഹോദരങ്ങളോ ആരും ഒന്നും എനിക്കൊന്നും സഹായിക്കാനോ ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് ആരുമില്ല. ദൈവമല്ലാതെ ആരുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളൊക്കെ മോനെ ഒരു ട്രെയിനായിട്ട് പോവാണല്ലേ? ജോലിയൊന്നും ആയിട്ടില്ല? ഇല്ല, ഒന്നും ആയിട്ടില്ല. റേഡിയോളജി കഴിഞ്ഞിട്ട് ട്രെയിനായിട്ട് പോകാനാണ്. ഒന്നും ആയിട്ടില്ല. നമ്മൾ ഈ കൊടുക്കുന്നതെല്ലാം നമ്മുടെ കർത്താവിനാണ് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ളവരെ നമ്മൾ എത്രയോ ലക്ഷങ്ങളാണ് നമ്മളൊരു വീടിന് വേണ്ടി ചെലവഴിക്കുന്നത്. പക്ഷേ ഒരു വീടില്ലാത്ത എത്രയോ ആളുകൾ വളരെ വേദനയോടെ കഴിയുന്നു. തീർച്ചയായിട്ടും ഈ കുടുംബത്തെ സഹായിക്കണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.